വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് ദേശീയ വ്യാപക പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു. 16-ന് കോഴിക്കോട്ട് പ്രതിഷേധ മഹാറാലി സംഘടിപ്പിക്കും. വഖഫ് ബിൽ കൊണ്ട് മുനമ്പ പ്രശ്നം തീരില്ലെന്നും രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് BJP ശ്രമമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വഖഫ് ബിൽ ഇരുസഭകളിലും പാസ്സായതിനു പിന്നാലെ നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ചൂടുപിടിക്കുകയാണ്. ബില്ല് മതേതരത്തിനേറ്റ തിരിച്ചടിയെന്നും മതസ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വഖഫ് നടക്കരുതെന്ന നിലയിലാണ് ബില്ലെന്നും ബില്ലിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. മതസ്വാതന്ത്ര്യമില്ല, ആ ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്നത് മോശമാണ്. 5 കൊല്ലം വിശ്വാസിയായിരിക്കണം. ആരാ പ്രൂവ് ചെയ്യുക വിശ്വാസിയാണോ അല്ലേ എന്നുള്ളത്? നടക്കരുത് എന്നുള്ളതാണ്. വഖഫ് ബില്ല് കൊണ്ട് മുനമ്പം പ്രശ്നം തീരില്ലെന്നും വഖഫിന് പിന്നാലെ ചർച്ച ബിൽ വരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വഖഫ് ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുനമ്പത്തെ വിഷയം തീരില്ല. വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച ബില്ല് വരും. വഖഫിൽ ഇടതുമുന്നണിയിൽ ഭിന്നാഭിപ്രായമില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. വഖഫിൽ വിയോജിച്ചത് കേരള കോൺഗ്രസിന്റെ സ്വതന്ത്രമായ അഭിപ്രായമെന്നും ഇടതുമുന്നണിയിൽ നിന്നും ആരും വിളിച്ചിട്ടില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഏതൊരു വ്യക്തിക്കും ആ നീതി ലഭിക്കുവാൻ ഒരു നീതി വ്യവസ്ഥയെ സമീപിക്കാൻ, ഒരു കോടതിയെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് ഈ പറയുന്ന ക്രൈസ്തവ സഭയായിട്ട് ബന്ധപ്പെട്ടാകട്ടെ, മുസ്ലിം സഭയായിട്ട് ബന്ധപ്പെട്ടാകട്ടെ, ആരുമായിട്ടുണ്ട് ആ ഒരു നിലപാടിലാണ് ഓർക്കുന്നത്. വഖഫ് ബില്ലിൽ ജോസ് കെ മാണിയുടേത് കണ്ണിൽ പൊടിയിടുന്ന നിലപാടെന്നും കേരള കോൺഗ്രസ് MP മാർ ചതിച്ചെന്നും BJP നേതാവ് PC ജോർജ്. വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം സംഘടനകളുടെയും തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, മലപ്പുറം.